അമ്മായി അമ്മായി കരയ ഞാൻ കരയില്ലല്ലോ, ഞാൻ ചിരിക്കല്ലേ ചിരിക്കല്ലേ. അല്ല അമ്മായി വന്നിട്ടെന്താ എന്നെ അന്വേഷിച്ചു അങ്ങോട്ട് വരാഞ്ഞേ? എവിടെ? അല്ല അമ്മായി എവിടെയെങ്കിലും പോയിട്ട് വന്ന ലച്ചുവേന്നും വിളിച്ചോണ്ട് ഞാൻ എവിടെ നിൽക്കുന്നു അങ്ങോട്ട് വരുമല്ലോ. ഇന്നത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മായി അമ്മായി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പ്രകൃതിയുടെ ഭാവപ്രകടനങ്ങൾ കൊണ്ട് നമ്മോട് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അതിനൊക്കെ ചെവി കൊടുക്കാറുണ്ടോ? അമ്മായി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലും പ്രകൃതി കനിയണ്ടേ? ഞാൻ കുറച്ച് കഴിയുമ്പോ കുഴിപ്പള്ളത്തേക്ക് പോകുന്നുണ്ട്. അമ്മായി വരുന്ന? കുഴിപ്പള്ളം വരാം. ഈ കുഴിപ്പള്ളം എന്ന വാക്കിന് ഒരു കൗതുകമുണ്ട്, അതുപോലെ തന്നെ അതിനൊരു അർത്ഥശൂന്യതയുണ്ട്. ഈ കുഴിന്ന് വെച്ചാ ആഴം, പള്ളം എന്ന് വെച്ചാ ആഴം, ആഴം ആഴം, പള്ളം പള്ളം, കുഴി കുഴി, പള്ളം പള്ളം, മൊത്തത്തിൽ കുഴിപ്പള്ളം. എന്താല്ലേ? ഞാൻ പറയണ നീ ശ്രദ്ധിക്കണുണ്ടോ? ദൈവമേ, ഒരു ബന്ധമില്ലാത്തൊക്കെയാണല്ലോ പറയുന്നേ. ലച്ചുവേ, ഓ ഈ സ്ഥലനാമങ്ങൾക്ക് പ്രകൃതിപരമായി ഒരു ബന്ധമില്ലേ? ബന്ധമുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. എന്നാലേ ഞാൻ ഒന്ന് അടുക്കളയിലോട്ട് പോട്ടെ. എവിടെ പോടെ? ഇവിടെ ഇരി. ഇവിടെ കാര്യപ്പെട്ട കാര്യം പറയുമ്പോ അടുക്കള കാര്യം കൊണ്ടുവരരുത്. അല്ലമ്മ, ഈ പ്രകൃതി കനിഞ്ഞു തരുന്നതാണല്ലോ അടുക്കളയിൽ നിന്ന് വേവുന്നത്. നിന്നെ ഞാനിപ്പം വേവിക്കും. ചേച്ചി, നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ അമ്മായിക്ക് എന്തോ ഭയങ്കര ക്ഷീണം ഇല്ലേ? ക്ഷീണോ? എനിക്കാ 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 അമ്മായിയെ? അമ്മായിക്ക് ക്ഷീണമുണ്ട്, അമ്മായി ഉറങ്ങാത്തോണ്ടാ. അമ്മായില്ലേ, കുറച്ചേരം കിടന്നുറങ്ങി, അപ്പൊ അമ്മായിയുടെ ക്ഷീണമൊക്കെ അങ്ങ് മാറും. എന്റെ ക്ഷീണം ഞാൻ മാറ്റിക്കോളാം. നിങ്ങൾ പോവാൻ നോക്ക്, പോവാൻ നോക്ക്. ഒരു കാര്യം പറയാം, ചുമ്മാ വന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. മൈക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പോ.